നമ്മള് ഇതിന്റെ പാലൊന്നും കൊടുക്കുന്നൊന്നുമില്ല. പാല് നമ്മുടെ ആവശ്യത്തിന് കറന്നെടുത്തിട്ട് ബാക്കിയുള്ളത് ഈ കിടാക്കളെ കുടിപ്പിക്കുക. അതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടും നല്ല നിൽക്കുന്നത്. സാധാരണ എല്ലാരും ഈ പശു വളർത്തുന്നത് തന്നെ ചാണകത്തിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ആരും അധികം അങ്ങനെ വളർത്താറ് കുറവായിരിക്കും. വളർത്തുന്നവരുണ്ട് ഉണ്ട്, പക്ഷെ പാല് എടുക്കുക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ആളുകള് അത് വളർത്തുക. അത് ചാണകത്തിന് വേണ്ടിയിട്ട്. അതെ 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 അതെ, പാല് വിറ്റ് പൈസ ഉണ്ടാക്കാന്നുള്ളതാണ്. പക്ഷെ ഈ പൊങ്ങന്നൂർ പശുക്കൾക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പാല് വളരെ കുറവാണെങ്കിലും വേറൊരു കാര്യം ഉള്ളത് എന്നാന്ന് ചോദിച്ചാൽ ഇതിന്റെ ഇപ്പൊ പാല് നമ്മൾ കൊടുക്കുവാണെങ്കിൽ അങ്ങനെ ആവശ്യമുള്ള ആൾക്കാരുണ്ട്. പല ഈ പ്രത്യേകിച്ചും ചില ഈ കൊളസ്ട്രോളിന്റെ ഒക്കെ ട്രബിൾ ഉള്ളവർക്കൊക്കെ ഇതിന്റെ പാല് കഴിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ചിലർ അന്വേഷിച്ച് വരാറുണ്ട്. നമ്മള് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു 140 രൂപ പെർ ലിറ്ററിന് വിലയുണ്ട്. മറ്റേ പാലിന്റെ ഒരു 3-4 ഇരട്ടി വിലയുണ്ട്. അതിന്റെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ബീറ്റാകാസിൻ എന്ന് പറയുന്ന ഒരു മാംസ്യമാണ് ഇതിന്റെ പാലിനകത്തുള്ളത്. അത് എളുപ്പം ദഹിക്കുന്ന ഒരു മാംസ്യമാണ്. അപ്പൊ അത് ഈ കൊളസ്ട്രോളിന്റെ ഒക്കെ ട്രബിൾ ഉള്ളവർക്കും ഇതിന്റെ പാല് കഴിക്കും. അതുപോലെ ഇതിന്റെ നെയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇതിന്റെ നെയ്ക്ക് ഇപ്പൊ ഈയിടെ കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ടു 7500 രൂപയൊക്കെയാണ് ഒരു കിലോയ്ക്ക് വില. നമ്മള് അത് നെയ്യ് ഇവർക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ വേറെ വലിയ ഒരു മെഡിസിനൽ പർപ്പസിനൊക്കെ അത്യാവശ്യമായിട്ട് ചോദിച്ചാൽ 3000 രൂപയ്ക്കാണ് ഇതിന്റെ നെയ്യ് കൊടുക്കുന്നത്. ഇതിന്റെ നെയ്യ് വളരെ കൂടുതലുണ്ട്. മറ്റേ പശുവിനേക്കാൾ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ സാധാരണ പശുക്കൾക്ക് അതിന്റെ ഒരു ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 3.5 ആണ് മാക്സിമം. ഇതിന് ആ സ്ഥാനത്ത് ഈ പൊങ്കന്നൂരിന് 8% ഉണ്ട്. അത്രയും കൂടുതലുണ്ട്. ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ ശരിക്കും ഈ പശുക്കൾ ധാരാളമുണ്ട്. ഇതിന്റെ നെയ്യ് കൊണ്ടാണ് അവിടെ ഈ ലഡു ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ട് വെച്ചൂർ പശുക്കളുടെ നെയ്യിനെക്കാട്ടിലും കുറച്ചുകൂടി ഈ സാധാരണ നമ്മളിപ്പോ ഈ ഇടയ്ക്കായിട്ടാണ് അത് കേട്ടിട്ടുള്ളത്. പണ്ടൊക്കെ പാല് കുടിക്കുന്നൊക്കെ പറയായിരുന്നു. ഇപ്പൊ പാലധികം കുടിക്കരുതെന്നാ പറയുന്നത്. വളരെ കറക്റ്റാ. അതിന്റെ കാരണം എന്നാണെന്ന് വെച്ചാൽ അത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഞങ്ങളുടെ ഈ ഇവിടുത്തെ ഒരു വെച്ചൂർ പശുവിന് ക്ടാവുണ്ടായിരുന്നു. ഉണ്ടായപ്പോൾ തൊട്ട് പാല് മാത്രം കുടിക്കുന്ന ആ സമയത്ത് ഒരു 3-4 ദിവസം ആയപ്പോൾ തൊട്ടേ അതിന് ഭയങ്കര വയറ്റിൽ നിന്ന് ഒഴിച്ചില്ല. അപ്പൊ ഞങ്ങള് പശുക്കുട്ടി അങ്ങ് മെലിഞ്ഞു 2 വയസ്സാകുന്നതിന് മുമ്പേ പ്രസവിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ പെട്ടെന്ന് മതിലക്ഷണം കാണിക്കും. ഇങ്ങനെ നല്ലപോലെ പാല് കുടിച്ച് വളരുന്നതാണല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ മതിലക്ഷണം കാണിക്കാം. അപ്പൊ 2-3 പ്രാവശ്യം മതിലക്ഷണം കാണിച്ചപ്പോൾ മൃഗാശുപത്രി എന്ന് പറഞ്ഞു കുത്തിവെപ്പിച്ചോ, കുഴപ്പമില്ല, അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉള്ളത് കൊണ്ടല്ലേ, അതുകൊണ്ട് നിങ്ങൾ കുത്തിവെപ്പിച്ചോ, പ്രായമായില്ലേലും സാരമില്ല, വളർന്നോളും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ കുത്തിവെപ്പിച്ചു. 2 വയസ്സാകുന്നതിന് മുമ്പേ ആ പശുക്കുട്ടി പ്രസവിച്ചം കഴിഞ്ഞപ്പോ അതങ്ങ് ക്ഷീണിച്ചു പോയി. മൃഗാശുപത്രി ചെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു കുറച്ച് ഈ ഫീഡ് ആർട്ടിഫിഷ്യൽ കാറ്റിൽ ഫീഡ് ഉണ്ടല്ലോ, അത് കൂടെ കുറച്ച് ഫീഡ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ആ ഫീഡ് ഇതിന് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അതിന് വലിയ ഇഷ്ടമാണ്. ഫീഡ് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും, പാലും കൂടുതലുണ്ട്. അപ്പൊ പശു നന്നാവുകയും ചെയ്യുമെന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ക്ലാവിന് എന്നും ഇങ്ങനെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചില്ല. അപ്പൊ ഞങ്ങൾ മൃഗാശുപത്രി ചെന്ന് മരുന്ന് മേടിക്കും കൊടുക്കുമ്പോൾ 2-3 ദിവസത്തേക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ മരുന്ന് നിർത്തുമ്പോൾ പിന്നെയും ഇത് തന്നെ സ്വന്തം മരുന്ന് കൊടുക്കും. അന്നേരം ഇത് തന്നെ, അന്നേരം കുറയും, പക്ഷെ പിന്നെ വ്യത്യാസം. അപ്പൊ ഈ അറക്കുളത്തെ ഒരു വെറ്റിനറി ഡോക്ടറെ ഞങ്ങളുടെ സ്റ്റുഡന്റാ. അപ്പൊ ഈ പൊങ്കന്നൂരിനെ കാണാനായിട്ട് ഇവിടെ ഒരു ദിവസം വന്നപ്പോ അതിന് ചാണകം കണ്ടേ ചോദിച്ചു, ഇതിന് മറ്റേ ഈ ആർട്ടിഫിഷ്യൽ ഫീഡ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് നിർത്താൻ പറഞ്ഞു. അത് നിർത്തിയത് ഈ ക്ലാവിന്റെ വയറ്റിൽ നിന്ന് ഒഴിച്ചിലും കൊടുക്കും. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയാൽ നമ്മള് കഴിക്കുന്ന പാലിനകത്തൊക്കെ ഈ ഫീഡ് കൊടുക്കാതെ ഇത് കൊമേഴ്സ്യലായിട്ട് ഇതിനെ വളർത്താൻ പറ്റിയല്ല. പാല് വിൽപ്പനയ്ക്ക് വളർത്തുന്നവരെല്ലാം ഈ ഫീഡ് കൊടുത്താലും ആവശ്യത്തിന് പാല് കിട്ടുള്ളൂ, കന്നുകാലി നന്നായിട്ട് നിൽക്കുകയും ചെയ്യുള്ളൂ. കന്നുകാലിക്ക് അത് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഈ പാലിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കുഴപ്പം ഉണ്ടാകാതിരിക്കുന്ന എന്നാന്ന് വെച്ചാൽ എന്തോ ഇങ്ങനെ കഴിച്ച് ഉണ്ടായതുകൊണ്ടാണ് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഈ സാധാരണ പശുക്കൾക്കാണെങ്കിൽ നമുക്കൊരു വലിപ്പം നോക്കിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ പ്രായമാണ്, എത്ര മാസമായി എന്നൊക്കെ ചെറുതായിട്ടാണെങ്കിലും മനസ്സിലാവും. പക്ഷെ ഇവരുടെ മനസ്സിലാവില്ല. അപ്പൊ അതെങ്ങനെയാണ്? ചിലതൊക്കെ തീരെ കുള്ളന്മാരാ, അതുകൊണ്ടാ. ഇത് 3 മാസം പ്രായമായതേ ഉള്ളൂ. പക്ഷെ ഇതിനേക്കാൾ കുഞ്ഞാണ് 6 മാസം പ്രായമുള്ള ഇന്ത്യ കാത്തുമ്പി. ഇപ്പൊ 3 മാസം പ്രായതിനെക്കാട്ടിലും ചെറുതായിരിക്കും. അതെ അതെ, അതിനേക്കാളും ചെറുതാ 6 മാസം പ്രായമുള്ളത്. ഈ 3 മാസത്തിന്റെ വലിപ്പം ഇല്ല 6 മാസം പ്രായമുള്ളത്. അത് ചിലതിന് അത് ഈ ക്രോസിംഗ് ഓവർ ഓഫ് ജീൻസ് അങ്ങനെ വരുമ്പം ചിലതിന് ഇങ്ങനെ അതിന്റെ ഒരു 80% ഒക്കെ ഈ പൊങ്കന്നൂരിന്റെ സ്വഭാവം കാണും. പൊങ്കന്നൂർ ലോകത്തിലേക്ക് തന്നെ, ഏഷ്യയിലെ തന്നെ പ്രത്യേകിച്ച് ഏറ്റവും ചെറിയ ഈ പൊങ്കന്നൂർ പശുക്കളുടെ ഒറിജിൻ എങ്ങനെ, ഈ ക്രോസ് എങ്ങനെയാ വരുന്നത്? ഈ വെച്ചൂര് ഉണ്ടായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം വഴി വെച്ചൂര് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായത് കൊണ്ടാണ്
അതിനെ വെച്ചൂരെന്ന് വിളിക്കുന്നത്. പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ പൊങ്കനൂർ എന്ന് പറയുന്നത് ചിറ്റൂർ ജില്ലയിലെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പൊങ്കനൂർ എന്ന് പറയുന്നത്. ആ പൊങ്കനൂര് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കന്നുകാലി ജനുസാണ് ഈ പൊങ്കനൂർ എന്ന പേരിൽ ഇപ്പൊ അറിയപ്പെടുന്നത്. അപ്പൊ ഏത് സ്ഥലത്തു നിന്നാണോ വന്നത് ആ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിന് ചെനവെക്കുന്നതും അതൊക്കെ എങ്ങനെ അറിയാൻ പറ്റുന്നല്ല, ഏത് മാസത്തിലെ വല്ല വ്യത്യാസം ഉണ്ടോ നാടൻ പശുക്കളിലേക്കാളും അല്ലെങ്കിൽ ശരിക്കും ഫീഡ് എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കുന്ന പാലും അതിന് കൊടുക്കുന്ന പരിചരണവും കൃത്യമായിട്ട് വരെ ഇളകാനുള്ള മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മിക്കവാറും ഒരു വയസ്സ് ഒരു 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക്, ഒരു 14 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ മതിയുടെ ലക്ഷണം കാണിക്കും. ഇപ്പം പിന്നെ ഞങ്ങൾ അത്ര നേരത്തെ ഇതിനെ ഇൻസിമിനേറ്റ് ചെയ്യാറില്ല. അത് മറ്റേ ഒരു അനുഭവം ഇങ്ങനെ ഉള്ളത് കൊണ്ടിട്ടല്ലേ. എന്തൊക്കെ തീറ്റകളാ കൊടുക്കാറ്? സാധാരണ പശുക്കൾ കൊടുക്കുന്ന പുല്ല്, സാധാരണ പുല്ല് മാത്രം. പിന്നെ വേണമെങ്കിൽ ഇവിടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഏതെങ്കിലും ഈ ധാന്യത്തിന്റെ തവിട്, നമ്മള് അരിയുടെയോ ഗോതമ്പിന്റെയോ ചോളോ അങ്ങനെ തവിടുകൾ കൊടുക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്ന സ്വന്തമായിട്ടുള്ള ചികിത്സകളൊക്കെ ഉണ്ടാവും. ആയുർവേദ ചികിത്സ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആദ്യമേ അധ്യാപകനാണെന്ന് പറഞ്ഞു, ഞാൻ ടീച്ചറായിരുന്നു. അപ്പോ എങ്ങനെ ചികിത്സകളൊക്കെ ആരോടെങ്കിലും ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണോ അതോ നേരത്തെ മുതൽ അറിയാവുന്ന പൊടിക്കൈകളൊക്കെ വെച്ചിട്ടാണ്? ഇവർക്ക് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും വരാറില്ല. മറ്റു പശുക്കൾ, ഈ ഹൈബ്രിഡ് പശുക്കൾക്ക് വരുന്നത് പോലെയുള്ള അസുഖങ്ങളൊന്നും വരാറില്ല. ഇത് നമ്മുടെ ഈ ചൂടിനെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരിനമാണ്. അതുപോലെ തന്നെ ഉണങ്ങിയ സാധനങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. ഈ വൈക്കോൽ, ഇപ്പൊ കരിയിലൊക്കെ ആണെങ്കിലും നമ്മൾ വേനൽക്കാണെങ്കിൽ അത് അടിച്ചു കൂട്ടുന്ന കരികൾ കൊടുത്താലും അതും തിന്നും. അങ്ങനെ അതതിന്റെ ഒരു അവിടുത്തെ സാഹചര്യം കൊണ്ടായിരിക്കും. പിന്നെ വെള്ളം വളരെ കുറച്ച് മതി. അതും ചിലപ്പോ അവിടുത്തെ സാഹചര്യം. ഓക്കെ. ഇപ്പൊ ഈ അകത്തേക്ക് പശുക്കളെ കൊണ്ടുപോകുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ചാണകവും മൂത്രവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ആന്റിയോട് ആദ്യം ചോദിക്കട്ടെ, ആന്റിക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമേ? അകത്ത് കയറി ഇവര് ചാണകം ഇടാൻ നേരം അത്രയും സമയം നമ്മൾ നിർത്താറില്ല. വാസ്തവം. കേറി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇവരെ വെളിയിൽ ഇറക്കാൻ നോക്കും. അതെ, വേറൊരു കുഴപ്പമില്ല, അമ്മയുണ്ട്. അപ്പൊ ചിലപ്പോ ഈ കട്ടിലൊക്കെ കിടക്കുകയൊക്കെ ആണെങ്കിൽ ഈ കട്ടിലേ കയറും, അങ്ങനെ ഒരു സ്വഭാവം കൂടെ കാണിക്കും. അതെങ്ങനെ ഇവർക്ക് എനിക്ക് ഇപ്പോഴും കട്ടില ചാടി ഈ മൊസൈക്കും പിന്നെ കുറേയുടെ ടൈലുവാ. പക്ഷെ അതേ കൂടെ ഒക്കെ ഓടി നടക്കും, തെറ്റി വീഴുകയില്ല. ഇതിലെ നടന്നാൽ പോലും ഈ ടൈലിട്ടപ്പോഴൊക്കെ നമുക്ക് പേടിയായിരുന്നു ഈ പശുക്കൾ തെറ്റി വീഴുവോന്ന്. പക്ഷെ തെറ്റുന്ന പ്രശ്നമില്ല അവര്. എനിക്ക് തോന്നുന്നു പെറ്റ്സിനെ പോലെ തന്നെയാണെന്ന് അങ്ങനെ വളർത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ ഇതിനെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇതിനെ കണ്ടിട്ട് ഇതിന്റെ ഒരു വളരെ ക്യൂട്ടാണ്, പിന്നെ ജെന്റില അതൊക്കെ, അതുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇതിനെ കൊടുക്കാൻ തോന്നിയില്ല. ഞങ്ങൾ അതുകൊണ്ട് അങ്ങനെ എന്താ പറയാ, ഒരു വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അടുത്ത് വന്നിട്ട് അത് ഇപ്പൊ തൊഴുത്ത് മെയിൻറ്റെയിൻ ചെയ്യണ പോലെ ഇരിക്കും, പക്ഷെ എന്നിരുന്നാൽ പോലും പശുക്കൾക്കൊരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. പക്ഷെ അതുപോലും കുറവാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പൊ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുളിപ്പിക്കലും പരിപാടികളൊക്കെ ഇവർക്ക് അങ്ങനെ അധികം കുളിപ്പിക്കണ്ട. ഈ ചാണകം ഇങ്ങനെ ഉറച്ച ചാണകമാണല്ലോ, മറ്റു പശുവിന്റെ പോലെയല്ല, കട്ടയായിട്ട് കൈകൊണ്ട് വേണേൽ എടുക്കാവുന്ന പോലെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് മേത്തധികം പറ്റുകയില്ല. ആന്റിക്ക് എളുപ്പമായിരുന്നു. എളുപ്പാ ചാണകം വീണാലും വാരി കണ്ട കൈകൊണ്ട് വേണേലും പെറുക്കിയെടുക്കാം. ആദ്യമൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ അകത്ത് കയറ്റുമ്പോഴത്തേനും? അകത്ത് പിന്നെ അത്ര അങ്ങനെ കയറ്റാറില്ല കേട്ടോ. ഞങ്ങൾ അതിന് വലിയ പ്രോത്സാഹിപ്പിക്കാറില്ല. അവര് കയറാൻ വന്നെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് കയറിയൊക്കെ ഞങ്ങൾ അന്നേരം അമ്മയൊക്കെ ആണെങ്കിൽ അതിൽ നടക്കുന്നുണ്ട്, ചിലപ്പോ തട്ടുവല്ലോ ചെയ്തെങ്കിലേ. കുഞ്ഞന്മാരാണല്ലോ. ഇപ്പൊ അവര് സ്നേഹം കൊണ്ടായിരിക്കും തട്ടുന്നേ, പക്ഷെ അമ്മയ്ക്ക് നടക്കാനുള്ള ശേഷി. ഇപ്പൊ എങ്ങനെ കുട്ടികളായിട്ടൊക്കെ കുട്ടികളോട് ഭയങ്കര നമ്മളിവിടെ വന്നപ്പോ കണ്ടു മകളുടെ കുട്ടികളാണ് രണ്ടുപേരും ഇവിടെ തന്നെയാണ്. എനിക്കതിന് കണ്ടു പഠിച്ചതായിരിക്കാം. അവർക്ക് ശരിക്കും നല്ല ഇവരോട് അറ്റാച്ച്മെന്റ് ഉണ്ട്, ഇവർക്കും ഉണ്ട്. കുഞ്ഞുങ്ങളോട് എന്നിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോ കുട്ടികളായിട്ടും ഭയങ്കര അടുപ്പവും കാര്യങ്ങളുമാണ്. നമ്മളെ ആദ്യം ഞങ്ങള് ഇത് ശരിക്കും ഈ പുരാണത്തിലെ ഈ ശ്രീകൃഷ്ണന്റെ അടുത്ത് നിൽക്കുന്ന ഒരു കന്നുകാലി കന്നുകാലി ഇനമായത്. അപ്പൊ ഞാൻ ചെറുപ്പത്തിലേക്ക് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണൻ തീരെ കുഞ്ഞായിരുന്നു, മുട്ടയിൽ എഴഞ്ഞു എന്ന്
ഇതിന്റെ പാല് കുടിച്ചെന്ന് ചുമ്മാ ഒരു ഒരു പടം കണ്ടില്ല, അങ്ങനെ ഒരു പടം ഒരു കണ്ടിട്ടില്ലേ? ഒരു ചിത്രമാണെന്നാണ് നമ്മൾ ശരിക്കും വിചാരിച്ചത്. ശരിക്കും ഭാവന എന്നുള്ള ഒരു പടമായിട്ട് മാത്രമേ നമ്മൾ അതിനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കുടിച്ചാലും ഇവർ അനങ്ങേല. ഓക്കെ. ഇപ്പൊ ആന്റി ഇങ്ങനെ പറഞ്ഞല്ലോ നമുക്ക് ഭയങ്കര വിഷമം വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് നമ്മൾ സംസാരിക്കും എന്നുള്ളത്. അപ്പൊ ഇവരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഫീൽ ചെയ്യാറുണ്ടോ? ഇവരുടെ അടുത്തുനിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ച് അവർക്ക് നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. നമ്മൾ പേര് വിളിച്ചാൽ അന്നേരം ഓടി വരും. അതൊക്കെ നമ്മളോടുള്ള ആ ഒരു സ്നേഹം ആണല്ലോ. അതുപോലെ ഞങ്ങളപ്പുറം പറമ്പിൽ പോയിട്ട് ഈ വണ്ടി വരുമ്പോ വണ്ടിയുടെ ഒച്ച കേട്ടാ അന്നേരം കരഞ്ഞോണ്ട് വരും അല്ലേ? വണ്ടി അങ്ങ് താഴെ വരുമ്പോ ഇവർക്കറിയാം. ആദ്യം ഇവര് എഴുന്നേക്കും. ഇപ്പൊ അമ്മ പരിക്കാത്ത കിടക്കുകയാണെങ്കിൽ അമ്മ അറിയുന്ന ഈ കന്നുകാലി കരയുമ്പോഴാണ് അമ്മ അറിയുന്നത് ഞങ്ങൾ വരുന്നുണ്ടെന്ന്. അത് ഇവര് തന്നെയാണ് കരയുന്നത്, ബാക്കിയുള്ളവരൊന്നും അത്ര ഇതില്ല. ഇനിയിപ്പം ഒരുമിച്ച് ഇറക്കി വിട്ടാലും വേറെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ചുറ്റുവട്ടം വിട്ട് പോകൂല, ഇതിലേക്ക് കൂടി നടക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോ എന്താ പറയാ, ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു, ഭയങ്കര രസം തോന്നി, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പൊ ഈ പശുക്കുട്ടികളെ കാണാനും നിങ്ങളെ കാണാനും കൂടിയാണ് വന്നത്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.